പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഈ ഒരു ക്ലാസ്സും. നമ്മൾ MP പോളിൻ്റെ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം. ഇനി അപ്പോൾ അതിൻ്റെ തുടർച്ച നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് സൗന്ദര്യം എവിടെയാണ് കുടികൊള്ളുന്നത് അല്ലെങ്കിൽ എവിടെയാണ് നിലകൊള്ളുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അന്വേഷണമാണ് നമുക്ക് ഈ ഒരു ലേഖനത്തിലൂടെ ലേഖകന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇവിടെ പറയുന്നത്, പരിച്ഛിന്നമായ ഭൗതിക ഗുണമൊന്നുമില്ലാത്തിടത്തും നാം സൗന്ദര്യം കാണുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണ്, ലക്ഷ്മണൻ ഊർമിളാദേവിയെ തനിച്ചിരുത്തിക്കൊണ്ട് ചേട്ടൻ്റെ കൂടെ കാട്ടിലേക്ക് ചാടി പുറപ്പെടുന്ന ഒരു സുന്ദരമായൊരു സന്ദർഭമുണ്ട്. അപ്പോൾ അതിനകത്തെ ഭൗതിക ഗുണം എവിടെയാണ്? അതുപോലെ ദർഭമുന കാലിൽ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ശകുന്തളയുടെ ആ ഒരു ചിത്രം, അതിൽ ആ ശകുന്തളയുടെ നോട്ടവും അത്രയധികം മനോജ്ഞമാണ്. അപ്പോൾ ശകുന്തളയുടെ ആകാരത്തിൽ ഭൗതിക ഗുണം ഉണ്ടായിരിക്കാം, പക്ഷെ എങ്കിലും ആ നോട്ടത്തിൻ്റെ മനോജ്ഞത ഭൗതിക ഗുണജാതമാണെന്ന് പറയുവാനും സാധിക്കുകയില്ല. എന്നിട്ട് പറയുകയാണ്, നിന്റെ ആവശ്യം എൻ്റേതിനേക്കാൾ വലിയതാണ് എന്നുള്ള സർ ഫിലിപ്പ് ഡിസ്നിയുടെ പ്രഖ്യാതമായ ചരമവാക്യത്തിൻ്റെ സൗന്ദര്യം ഭൗതിക ഗുണത്തിലാണ് കണ്ടെത്തുക. നിന്റെ ആവശ്യം എൻ്റേതിനേക്കാൾ വലിയതാണ്. അപ്പോൾ അതിലെ സൗന്ദര്യം എന്ന് പറയുന്നത് ഭൗതിക ഗുണത്തിലാണ് കണ്ടെത്തുക. അപ്പോൾ രാജ്യസ്നേഹം മാത്രം പോരാ എന്ന ഈഡിത്ത് കാവലിൻ്റെ വാക്യത്തിലും ജ്ഞാനവൃദ്ധനായ ഗീതെ അന്ത്യശ്വാസമെടുക്കുന്ന സമയത്ത് വെളിച്ചം കൂടുതൽ വെളിച്ചം എന്ന് ആക്രോശിക്കുന്നതിലും സഹൃദയന്മാർ സൗന്ദര്യം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ തുല്യ സാധുത്വമുള്ള രണ്ട് ഗണിത മാർഗങ്ങളിൽ ഒന്ന് സുന്ദരവും മറ്റേത് അസുന്ദരവുമെന്ന് ഗണിതശാസ്ത്രജ്ഞന്മാർ പറയുകയാണ്. അപ്പോൾ ഇവയിലൊന്നിലും ഭൗതിക ഗുണത്തിൻ്റെ പ്രസക്തിയില്ല. അപ്പോൾ ഇനി ഭൗതിക മണ്ഡലത്തിൽ നിന്ന് അഭൗതിക മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചാലോ? അപ്പോൾ നമുക്ക് പ്ലേറ്റോ പോലെയുള്ള, അപ്പം പ്ലേറ്റോയിൽ തുടങ്ങിയുള്ള ചിന്തകന്മാർ ഭൗതികമായ എല്ലാ ഗുണങ്ങൾക്കും ആധാരമായ അവയേക്കാളും ഉപരിഷ്ടവും വാസ്തവികവുമായിട്ടുള്ള ഒരു അഭൗതിക സത്ത സങ്കല്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ചിന്താഗതി ഭാരതീയർക്ക് പരിചിതമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ കാണുന്ന സൗന്ദര്യമെല്ലാം പരമമായ സൗന്ദര്യത്തിൻ്റെ നിഴൽ മാത്രമാണെന്നാണ് പ്ലേറ്റോ സങ്കല്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏത് വസ്തുവാണോ, അപ്പോൾ അതിലെല്ലാം നമ്മൾ സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ നിഴൽ മാത്രമാണെന്നാണ് പ്ലേറ്റോ സങ്കല്പിക്കുന്നതും. അപ്പോൾ പ്ലേറ്റോവിൻ്റെ സിദ്ധാന്തത്തിൽ സ്ഥൂല വസ്തുവിനേക്കാൾ പരമാർത്ഥമായി സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ചിദ്രൂപമാണ്. അപ്പോൾ നാം വാസ്തവികം എന്ന് വിചാരിക്കുന്നതെല്ലാം വെറും നിഴലാണ്. നമ്മളത് ഉണ്ട് എന്ന് കരുതുന്ന കാര്യങ്ങളെല്ലാം അത് വെറും ഒരു നിഴലായിട്ടാണ് അദ്ദേഹം പറയുന്നത്, പ്ലേറ്റോ. അപ്പോൾ മനുഷ്യാത്മാവ് ഒരു ഗുഹയിൽ ബന്ധനസ്ഥനായി നിലകൊള്ളുന്നു. മനുഷ്യൻ്റെ ആത്മാവ് ഒരു ഗുഹയിൽ ബന്ധനസ്ഥനായിട്ട് നിലകൊള്ളുന്നു. പക്ഷെ പിന്നിൽ ഒരു അഗ്നികുണ്ഡവും അഭിമുഖമായി ഒരു ചുമരുമുണ്ട്. പിന്നിൽ ഒരു തീ ആളിക്കത്തുന്നു, ഇപ്പുറത്തേക്കൊരു ചുമരുമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പറയുകയാണ്, പിന്തിരിഞ്ഞു നോക്കുവാൻ മനുഷ്യാത്മാവിന് സാധിക്കുകയുമില്ല, ബന്ധനസ്ഥനാണ്. അപ്പോൾ മുന്നിൽ കാണുന്ന ചുമരിലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന നിഴലാട്ടമാണ് ഈ കാണുന്ന പ്രപഞ്ചം. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കാനും സാധിക്കില്ല. അപ്പോൾ ആ നിഴലിൽ പിന്നിൽ തീ ആളിക്കത്തുന്നതിൻ്റെ നിഴലാണ് നമുക്ക് പ്രത്യക്ഷമാകുന്നത്. അത് വെച്ചിട്ടാണ് ഇവിടെ പ്ലേറ്റോ പറയുന്നത്. അപ്പോൾ ആ കാണുന്ന ചുമരിലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന നിഴലാട്ടമാണ് ഈ പ്രപഞ്ചം, ഈ കാണുന്ന പ്രപഞ്ചം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും സുന്ദരമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പരമസൗന്ദര്യത്തിൻ്റെ ലഘുമാത്രമായ ഒരു പ്രതിബിംബമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ ഇവിടെ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അധിഷ്ഠാനം എന്ന് പറയുന്ന അടിസ്ഥാനം അത് പാരലൗകികവും അതീന്ദ്രിയവുമാണ്. നമുക്ക് നിർണ്ണയിക്കാൻ കഴിയാത്തത് ഇന്ദ്രിയങ്ങൾക്ക് അതീതവുമാണ് എന്നാണ് പ്ലേറ്റോ പറയുന്നത്. അപ്പോൾ പ്ലേറ്റോവിൻ്റെ ഈ സിദ്ധാന്തം കലാകുശലന്മാരും മതിമാന്മാരുമായ പലരെയും ആകർഷിച്ചിട്ടുണ്ട്. അപ്പം മാനസിക സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഷെല്ലിയുടെ ഗീതം ഒരു ദൃഷ്ടാന്തമാണ്. ഇംഗ്ലീഷ് കവിത എഴുതുന്ന ഷെല്ലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗീതവും അതിനൊരു ഉദാഹരണമാണ്, ഒരു ദൃഷ്ടാന്തമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഗീതം ടാഗോറിനെ വളരെ ആകർഷിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പരമമായ സൗന്ദര്യത്തിൻ്റെ പ്രതീതി എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ഉണ്ടാകുമെന്ന് ആർക്കും നിർണയിക്കുക വയ്യ. അപ്പോൾ ടാഗോറിൻ്റെ നവയൗവനത്തിൽ
കൽക്കത്തയിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഈ പ്രതീതി ആദ്യം ഉണ്ടായതെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത സ്മരണകളിൽ കാണുന്നു. അപ്പോൾ ഹിമാലയത്തിലെ പ്രകൃതിവിലാസത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ പ്രതീതി ഒന്നുകൂടി ദൃഢതരമാകുമെന്ന് അദ്ദേഹം ആശിക്കുകയാണ്. പക്ഷേ ഡാർജിലിങ്ങിൽ പോയപ്പോൾ പ്രതീക്ഷ ഫലിച്ചില്ല. ഇങ്ങനെ പരമമായ സൗന്ദര്യ ജ്യോതിസിൽ നിന്നുള്ള കിരണം ചില അനുഗ്രഹീത പുരുഷന്മാരുടെ സൂക്ഷ്മഗ്രാഹിയായ മനസ്സിൽ ചില അനുഗ്രഹീത സന്ദർഭങ്ങളിൽ പൊടുന്നനവേ ഉണ്ടാകുന്നു. അപ്പോൾ ആ ക്ഷണത്തിൽ അത് അദൃശ്യമാവുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വരവും പോക്കും പ്രതീക്ഷയ്ക്കോ ഊഹത്തിനോ വിധേയമല്ല എന്നാണ് പറയുന്നത്. ഇനി പ്ലേറ്റോ ആ സിദ്ധാന്തത്തിൽ ചില ഭേദഗതികൾ, ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ അത് കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കുവാനാണ് ജർമ്മൻ ചിന്തകനായ ഹെഗൽ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ പ്ലേറ്റോയുടെ സിദ്ധാന്തത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരിച്ചെടുക്കാനാണ് ജർമ്മൻ ചിന്തകനായ ഹെഗൽ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഹെഗലിൻ്റെ സിദ്ധാന്തം പ്രാചീനരായിട്ടല്ലാത്ത പല കലാചിന്തകന്മാരെയും വ്യാമോഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പരിച്ഛിന്നവും അഭേദവുമായ ഗുണങ്ങളോട് കൂടിയ യാതൊരു വസ്തുവുമില്ലെന്നാണ് ഹെഗൽ സമർത്ഥിക്കുന്നത്. അപ്പോൾ ഹെഗലിൻ്റെ സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പരിച്ഛിന്നവും അഭേദവുമായിട്ടുള്ള ഗുണങ്ങളോട് കൂടിയ യാതൊരു വസ്തുവും ഇല്ല എന്നാണ് ഹെഗൽ സമർത്ഥിക്കുന്നത്. അപ്പോൾ യാതൊന്നിനും സുസ്ഥിതിയില്ല. അത് ഒരു വസ്തു സുന്ദരമാണെങ്കിൽ അതേ സമയത്ത് തന്നെ അത് അസുന്ദരവുമാണ്. അപ്പോൾ പരസ്പര വൈരുദ്ധ്യമാണ് പ്രപഞ്ച നിയമം. ചിലപ്പോൾ കാരണം കാര്യവും മറ്റു ചിലപ്പോൾ കാര്യം കാരണവുമായി തീരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതാണ് മുദ്രാവചനമായി എന്ന് യാതൊന്നിനെ പറ്റിയും ഇവിടെ അതാണ് മുദ്രാവചനം ആയി എന്ന് യാതൊന്നിനെ പറ്റിയും പറഞ്ഞുകൂടാ. അപ്പോൾ ഓരോന്നും ഒരേ സമയത്ത് സ്വയം സമർത്ഥിക്കുകയും സ്വയം നിഷേധിക്കുകയും ചെയ്യുകയാണ്. ഓരോ കാര്യങ്ങൾ സ്വയം സമർത്ഥിക്കുകയും അതേസമയം തന്നെ അത് നിഷേധിക്കുകയും ചെയ്യുക. അപ്പോൾ ഒരു സുന്ദരമായ കലാവസ്തു ഉണ്ടാകുമ്പോൾ തന്നെ കാലം അതിൽ കാക്കക്കാല് വരച്ചു തുടങ്ങുന്നു, അല്ലേ? അതിനൊരു വേണ്ടാത്ത ഒരു ഇതാണത് കാക്കക്കാല് വരയ്ക്കുക എന്ന് പറയുന്നത്. അങ്ങനെ വർണ്ണങ്ങൾ നിഷ്പ്രഭമാകുന്നു, രമ്യഹർമ്മ്യങ്ങൾ കാറ്റും മഴയുമേറ്റ് ജീർണിച്ചു തുടങ്ങുന്നു. അപ്പോൾ ഭാഷയും ആശയങ്ങളും വ്യത്യാസപ്പെട്ട് തുടങ്ങുകയാണ്. എല്ലാം ചഞ്ചലം, എല്ലാം പരസ്പര വിരുദ്ധം. അപ്പോൾ മുകളിലത്തെ വാക്യം എഴുതിയ ഞാനല്ല ഈ വാക്യം എഴുതുന്ന ഞാൻ. ഒരു വാക്യം എഴുതുന്നതിനിടയ്ക്ക് എന്നിൽ നിന്ന് അസംഖ്യം പരമാണുക്കൾ പുറത്തേക്ക് വരികയും അതേപോലെ തന്നെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ മനസ്സ് കാലത്തിൽ ഒരു നിമിഷം കൂടി തരണം ചെയ്ത് മറ്റൊന്നായിട്ട് മാറുകയാണ്. സൗന്ദര്യം ഒരു ഗുണമാണെങ്കിൽ അതിൽ തന്നെ പ്രതിലോമമായ മറ്റൊരു ഗുണവും ലയിച്ചു കിടക്കുന്നു. അപ്പം അങ്ങനെയിരിക്കെ സൗന്ദര്യത്തിന് സുസ്ഥിരമായ അടിസ്ഥാനം എവിടെയാണ്? ഈ ഘട്ടത്തിലാണ് ഹെഗൽ പ്ലാറ്റോവിൻ്റെ സിദ്ധാന്തത്തെ ആശ്രയിക്കുന്നത്. അതിപ്രാചീനമായ ഒരു ചിദ്രൂപത്തിൽ പ്രീ എക്സിസ്റ്റിംഗ് ഐഡിയ, അല്ലേ, അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിദ്രൂപം സ്ഥൂലതയെ പ്രാപിക്കാനുള്ള ശ്രമമാണ് പ്രപഞ്ചഗതി. സൗന്ദര്യാത്മകമായ ചിദ്രൂപം സ്വയം സാക്ഷാത്കരിക്കുവാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന സ്ഥൂലമായ കണികകളാണ് പ്രപഞ്ചത്തിൽ കാണുന്ന സൗന്ദര്യമത്രയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഈ അഭൗതിക മണ്ഡലത്തിൽ വിഹരിക്കുന്ന സൗന്ദര്യ സിദ്ധാന്തങ്ങളെക്കുറിച്ച് എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ. യുക്തിക്ക് പ്രവേശനമുള്ള ഒരു മണ്ഡലമല്ല അത്. ഏത്? സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം. ഇവിടെ അനുഭവമാണ് പ്രമാണം, ഒരു അളവ് എന്ന് നമ്മൾ പറയുന്നത്. അതുള്ളവർക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും പറയുവാനും അവകാശമുള്ളൂ. അപ്പോൾ അതില്ലാത്തവർ കണ്ണുമിഴിച്ചിരുന്ന് കൊള്ളണം. അപ്പോൾ വിവാദത്തിനും സിദ്ധാന്തത്തിനും ഇവിടെ സ്ഥാനമില്ല. തെളിയിക്കുവാനോ നിഷേധിക്കുവാനോ ഇവിടെ കാര്യവുമില്ല. അപ്പോൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർക്ക് സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനത്തെക്കുറിച്ചുള്ള വാദം തന്നെ വ്യർത്ഥമായി തോന്നും എന്നാണ് പറയുന്നതും. ഇനി സാധാരണന്മാർക്ക് വീർപ്പ് മുട്ടുന്ന പരമമണ്ഡലത്തിൽ നിന്നിറങ്ങി സാങ്കേതികമായ ചില മാനദണ്ഡങ്ങളെ ആശ്രയിച്ച് സൗന്ദര്യത്തിൻ്റെ നിദാനം കണ്ടെത്താമോ എന്ന് നോക്കാം. നിദാന അടിസ്ഥാനം നമുക്ക് എവിടെയാണെന്ന് നോക്കാൻ കഴിയുമെന്നാണ് ലേഖകൻ പിന്നെ നിരീക്ഷിക്കുന്നത്. സുന്ദരമായ ഏതൊരു വസ്തുവിനും അവയവങ്ങളുണ്ടല്ലോ,
അപ്പോൾ ഈ അവയവങ്ങളുടെ സമീചീനമായ യോജിപ്പിൽ നിന്നാണ് സൗന്ദര്യമുണ്ടാകുന്നതെന്ന് ചിലർ വാദിക്കുകയാണ്. അപ്പോൾ അംഗങ്ങളുടെ പരിമാണം അളവാണ്, ക്രമീകൃതമായിരിക്കുക, അതുപോലെ അത് തമ്മിൽ പൊരുത്തമുണ്ടായിരിക്കുക, അങ്കിയായ വസ്തുവിന് അവ വിധേയമായിരിക്കുക, ഇതാണ് സൗന്ദര്യത്തിൻ്റെ രഹസ്യമെന്നാണ് പ്രസ്തുത വാദത്തിൻ്റെ സാരം. അങ്ങനെ ഈ വാദം ശരിയാണെങ്കിൽ ഒരു വസ്തു സുന്ദരമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ അംഗങ്ങൾ പരിശോധിച്ച് അവയുടെ പൊരുത്തം നാം മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ നമ്മുടെ അനുഭവം നേരെ മറിച്ചാണ്. സൗന്ദര്യബോധമാണ് നമ്മിൽ ആദ്യം തെളിയുന്നത്. അപ്പം അതിനുശേഷമാണ് അളവുകോലും യുക്തിവാദവും മറ്റും നാം പ്രയോഗിക്കുന്നത്. അപ്പോൾ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നത് യുക്തിയേക്കാൾ ആന്തരികവും ക്ഷിപ്രപ്രവർത്തകവുമായ ഒരു ശക്തിയാണ്. ക്ഷിപ്രം വളരെ പെട്ടെന്ന്. നമ്മൾ സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് മുന്നിൽ കാണുന്ന ആ ഒരു കാഴ്ചയാണ്. പിന്നീട് നമ്മൾ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യുക്തിയല്ല. അപ്പോൾ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നത് യുക്തിയേക്കാൾ എന്താണ്, ആന്തരികവും ക്ഷിപ്രപ്രവർത്തകവുമായിട്ടുള്ളൊരു ശക്തിയാണ്. അതുപോലെ തന്നെ അവയവ പൊരുത്തവും സൗന്ദര്യവും ഒന്നു തന്നെയാണെങ്കിൽ പൊരുത്തമുള്ളിടത്തുമെല്ലാം സൗന്ദര്യം അനുഭവപ്പെടുകയും അത് പൊരുത്തമില്ലാത്തിടത്തെല്ലാം വൈരൂപ്യം അനുഭവപ്പെടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അംഗവൈകല്യമില്ലാത്ത മനുഷ്യന്മാരെല്ലാം സുന്ദരന്മാരാണെന്ന് പറയേണ്ടി വരും. പക്ഷേ അംഗവൈകല്യമില്ലാത്ത പലരെയും നാം കാണുന്നുണ്ടെങ്കിലും സൗന്ദര്യം ചുരുക്കം ചിലർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ സമചതുരമായ ഒരു രൂപത്തിന് നല്ല പൊരുത്തമുണ്ടെങ്കിലും പറയത്തക്ക സൗന്ദര്യമൊന്നുമില്ല. നേരെ മറിച്ച് എന്താണ്, പ്രകൃതിയിലുള്ള സുന്ദരമായ പല വസ്തുക്കളിലും നിശ്ചിതമായ യാതൊരു പൊരുത്തവും കാണുന്നില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ സാമാന്യം വലുപ്പമുള്ളൊരു പനിനീർ പൂവ് അതിനോട് പ്രത്യക്ഷമായ യാതൊരു പൊരുത്തവുമില്ലാത്ത നേരിയ ഞെട്ടിൽ കഴുത്തൊടിഞ്ഞതുപോലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് റോസാപ്പൂവിന് സൗന്ദര്യവുമില്ലെന്ന് വരുമോ? അപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ അന്വേഷിക്കുന്നത് വ്യർത്ഥമാണ് എന്നൊന്നുകൂടെ തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. അരയന്നത്തിന് നീണ്ട കഴുത്തും ചെറിയ വാലും മയിലിന് നീണ്ട വാലും താരതമ്യേന ചെറിയ കഴുത്തുമാണുള്ളത് എന്ന് വെച്ച് അവയുടെ സൗന്ദര്യം അഭിനന്ദിക്കാത്തവരുണ്ടോ? ഇല്ലല്ലോ, അരയന്നത്തിനെയും മയിലിനെയൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെറുപൂവും ചെറു ചെടികൾക്ക് താങ്ങാൻ വയ്യാത്ത വലുപ്പത്തിലുള്ള പൂവും ഉള്ളതായി നാം കാണുന്നുണ്ട്. രണ്ടും രണ്ട് വിധത്തിൽ സുന്ദരമാണ്. ഇതിലുള്ള പൊരുത്തം എന്താണെന്നുള്ള അന്വേഷണം എന്താണ്, വ്യർത്ഥമായിരിക്കും. വെറുതെയാണ് നമ്മൾ ആ പൊരുത്തവും സൗന്ദര്യവും തമ്മിലുള്ള ആ ഒരു അന്വേഷണം നടത്തുന്നത്. വ്യർത്ഥമാണ്, അതുകൊണ്ട് യാതൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കാവ്യ വിചാരത്തിലാണ് പരസ്പര ആനുകൂല്യത്തെക്കുറിച്ചുള്ള നിർദ്ദേശം പ്രബലമായി കാണുന്നത്. അപ്പോൾ കൃത്രിമ സൃഷ്ടിയായ കാവ്യത്തിൽ പരസ്പരാനുരൂപ്യം ഒരു അനുപേക്ഷണീയമായ ലക്ഷണമാണെന്നുള്ളതിന് ഒരു തർക്കവുമില്ല. എന്നാൽ ഇവിടെയും പരസ്പരാനുരൂപ്യം സൗന്ദര്യത്തിൻ്റെ പര്യായമല്ലെന്ന് കാണിക്കുവാൻ ചില കാവ്യശകലങ്ങൾ പരിശോധിച്ചാൽ മതി. കോൾട്രിഡ്ജിൻ്റെ കുബ്ലാ ഖാൻ, കീറ്റ്സിൻ്റെ ഹൈപ്പീരിയൻ മുതലായ കൃതികൾ അപൂർണങ്ങളാണ്. എന്നുവെച്ചാൽ അവയ്ക്ക് രൂപമില്ല. അപ്പോൾ പൊരുത്തത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ അവയുടെ കാര്യത്തിൽ ശരിയല്ല എന്നുള്ളതാണ്. അപ്പം എങ്കിലും അവ ആദ്യന്തം സുന്ദരമായ കാവ്യശകലങ്ങളാണെന്ന് ആരും സമ്മതിക്കും. കാവ്യത്തിന് അവയവ പൊരുത്തം വേണ്ടെന്നല്ല ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രസ്തുത ഗുണവും സൗന്ദര്യവും ഒന്നല്ലേ എന്നേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ ഒരു വിവക്ഷയാണ് ഇവിടെ ലേഖകന് പറയുന്നതും. അപ്പോൾ ഉപയോഗത്തെ ആസ്പദമാക്കിയാണ് മറ്റു ചിലർ സൗന്ദര്യം നിർണ്ണയിക്കുന്നത്. ഇനി നമ്മളത് ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ, അതിനെ വെച്ചുകൊണ്ട്. അപ്പോൾ ഉദ്ദിഷ്ട ഫലപ്രാപ്തിക്ക് ഏറ്റവും ഉതകുന്ന വസ്തു ഏതോ അതാണ് സുന്ദര വസ്തു. അപ്പോൾ ഇവിടെ നമ്മൾ സോക്രട്ടീസും അരിസ്റ്റപ്പിസും തമ്മിലുള്ള സംഭാഷണം ഈ വാദഗതിയെ ഒന്നുകൂടെ വിശദമാക്കുകയാണ്. അപ്പോൾ അരിസ്റ്റപ്പസ് പറയുന്നത്, വല്ല വസ്തുവും സുന്ദരമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അതിന് സോക്രട്ടീസ് പറയുന്നുണ്ട്, പല വസ്തുക്കളും. അപ്പോൾ വീണ്ടും അരിസ്റ്റപ്പസ് പറയുകയാണ്, അപ്പോൾ അവയെല്ലാം പരസ്പരം ഒന്നുപോലെയാണോ? അതിന് മറുപടിയായിട്ട് സോക്രട്ടീസ് പറയുന്നുണ്ട്, അവയിൽ പലതും പരസ്പരം യാതൊരു സാദൃശ്യവും ഇല്ലാത്തതാണ്. വീണ്ടും അരിസ്റ്റപ്പസ് ചോദിക്കുകയാണ്, സുന്ദരമായ ഒരു വസ്തുവിന് സുന്ദരമായ മറ്റൊരു വസ്തുവിനോട് സാദൃശ്യമില്ലെന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പം അതിന് മറുപടിയായിട്ട് സോക്രട്ടീസ് പറയുകയാണ്, ഗുസ്തി ചെയ്യുവാൻ പറ്റിയ ശരീരപ്രകൃതിയോട് കൂടിയ ഒരു മനുഷ്യൻ ഓട്ടത്തിന് പറ്റിയ ശരീരഘടനയോട് കൂടിയ മനുഷ്യനെ പോലെയല്ല. ശത്രുവിനെ നിരോധിക്കുവാനുതകുന്ന പരിച ശത്രുവിനെ ആക്രമിക്കുവാനുതകുന്ന കുന്തം പോലെയല്ല. രണ്ടിലെന്താണ് വ്യത്യാസമുണ്ട്. പിന്നീട് തുടർന്നുണ്ടായ ചോദ്യങ്ങൾക്ക് സോക്രട്ടീസ് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്,
അപ്പം നന്മയെന്ന് പറയുന്നത് തന്നെയാണ് സൗന്ദര്യം. അപ്പോൾ നന്മ എന്താണോ ആ നന്മ എന്ന് പറയുന്നത് തന്നെയാണ് സൗന്ദര്യം. അപ്പോൾ ഒരു വസ്തു ഏതെങ്കിലും നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് സുന്ദരവുമാണ്. ഒരു വസ്തു ഏതെങ്കിലും നന്മയ്ക്ക് ഉതകുന്നവയാണെങ്കിൽ ആ വസ്തു സുന്ദരവുമാണ്. വീണ്ടും അരിസ്റ്റിപ്പസ്, എന്നാൽ ചാണകത്തൊട്ടി ഒരു സുന്ദര വസ്തുവാണോ? വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ്. അതിന് സോക്രട്ടീസ് പറയുന്നുണ്ട്, തീർച്ചയായും. ഉദ്ദേശപ്രാപ്തിക്കുതകാത്ത പൊൻപരിചയേക്കാൾ കാര്യത്തിനു കൊള്ളുന്ന ചാണകത്തൊട്ടിയാണ് സുന്ദരം. അപ്പോൾ യവനചിന്തയിൽ നന്മയും സൗന്ദര്യവും മാത്രമല്ല ജ്ഞാനവും ഒന്നു തന്നെയാണെന്നാണ് ഭാവന. അപ്പോൾ യവനചിന്തയിൽ പറയുന്നത് ഇവിടെ നന്മയും സൗന്ദര്യവും മാത്രമല്ല ജ്ഞാനം, അറിവും ഒന്നു തന്നെയാണെന്നാണ് അവർ കരുതുന്നതും. അപ്പോൾ അലങ്കാരം ധാരാളം ഉണ്ടെങ്കിലും ശരീരത്തിനിണങ്ങാത്ത കഞ്ചുകത്തേക്കാൾ സുന്ദരമായിട്ടുള്ളത് അലങ്കൃതവും എന്നാൽ ഉപയോഗപ്രദവുമായ കഞ്ചുകമാണ് എന്ന് സോക്രട്ടീസ് മറ്റൊരവസരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉദ്ദേശസിദ്ധിക്കുള്ള പര്യാപ്തതയാണ് ഇവിടെ സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡമായി കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സിദ്ധിക്കുള്ള പര്യാപ്തതയാണ് സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡമായിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സൗന്ദര്യം എന്ന ശബ്ദത്തിന് നാം സാധാരണ വിവക്ഷിക്കുന്ന അർത്ഥത്തിലല്ല സോക്രട്ടീസ് അത് പ്രയോഗിക്കുന്നത്. സാമാന്യ പ്രയോഗത്തിൽ ചാണകത്തൊട്ടി സുന്ദരമാണെന്ന് ആരും പറയുന്നതല്ല. ഇവിടെ പോർക്കിൻ്റെ മോന്ത നോക്കുക. പോർക്ക് പന്നിയാണ്. ആ നീണ്ടു തടിച്ച മൂക്കും കനത്ത തൊലിയും കുണ്ടിൽ കിടക്കുന്ന കണ്ണും നിലം കുഴിച്ച് കിഴങ്ങ് കണ്ടെത്തുന്നതിന് ഏറ്റവും പര്യാപ്തമാണ് അതിൻ്റെ ഘടന. പക്ഷേ അത് സുന്ദരമാണെന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അതുപോലെ തന്നെ ആനയുടെ തുമ്പിക്കൈ, മുള്ളൻ പന്നിയുടെ കവചം, കുരങ്ങിൻ്റെ കൈകാലുകൾ ഇവയുടെയൊക്കെ ഉപയോഗത്തെപ്പറ്റി രണ്ടു പക്ഷമില്ല. എന്നാലും സുന്ദര വസ്തുക്കളുടെ കൂട്ടത്തിൽ നാം അവയെ ഉൾപ്പെടുത്താറില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മളതിനെ പറയത്തക്ക ഉപയോഗമൊന്നുമില്ലാത്ത പല വസ്തുക്കളും സുന്ദരമായി നമുക്ക് തോന്നാറുണ്ട്. മയിലിന് അതിൻ്റെ ചിറക് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പൂവൻ കോഴിയുടെ തലപ്പാവും അതുപോലെ തന്നെ. തന്മൂലം സാമാന്യ വ്യവഹാരത്തിൽ സൗന്ദര്യത്തെ ഉപയോഗത്തിന് വിധേയമാക്കുന്നത് ഉചിതമല്ലെന്ന് വന്നുകൂടുന്നു. അപ്പോൾ ഇതാണ് അതിനകത്ത് ആ ലേഖകന് പറയുന്നതും. അപ്പോൾ സുന്ദരമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അത് എവിടെയാണ് സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനമുള്ളതെന്നാണ്. പല കാര്യങ്ങളിലൂടെയാണ് ഇങ്ങനെ കടന്നു വരുന്നത്. അപ്പോൾ ആ വരുന്ന കാര്യങ്ങളിലെല്ലാം നമുക്കെന്താണ് സൗന്ദര്യമുണ്ടെന്ന് പറയേണ്ടി വരും എന്നുകൂടി പറയുകയാണ്. അപ്പോൾ നന്മ, സൗന്ദര്യം, അറിവ് ഇതൊക്കെ അതിൻ്റെ ഒരു ഘടകമായിട്ട് മാറുന്നു എന്നും അല്ലാത്ത അന്വേഷണങ്ങളെല്ലാം നിരർത്ഥകമാണെന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.